പലവട്ടം ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ചോദിക്കട്ടെ. എന്തിനീ ആരോഗ്യമന്ത്രി? പൊള്ളയായ വാഗ്ദാനങ്ങൾക്കും വീരവാദങ്ങൾക്കും കേട്ടുകേൾവിയില്ലാത്ത പ്രതികാര ബുദ്ധിക്കും പേരുകേട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കോഴിക്കോട് ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധ അബോധാവസ്ഥയിൽ ആയിരുന്ന യുവതിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെപ്പറ്റിയുള്ള മാർച്ച് 18 വാർത്ത അന്ന് കേരള സമൂഹത്തെ ആകമാനം ഞെട്ടിച്ചിരുന്നു. അതിജീവിത നേരിട്ട പീഡനത്തിലുമേറെ പീഡനമാണ് സംഭവം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ PB അനിത ഇപ്പോൾ അനുഭവിക്കുന്നത്. സംഭവം നടന്ന സമയത്ത് അർദ്ധ അബോധാവസ്ഥയിലായിരുന്ന അതിജീവിത ബോധം വന്നതോടെ കാര്യങ്ങൾ അനിതയോട് പറയുകയായിരുന്നു. അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അവർക്കെതിരെയുള്ള പ്രതികാരത്തിന് തുടക്കം കുറിച്ചത്. കോടതിയിൽ പോരാട്ടം നടത്തി തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് നേടിയെങ്കിലും ആ ഉത്തരവിനെ പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. പോരെങ്കിൽ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇതാണ് ഇവിടെ നാട്ടുനടപ്പ്. ആരോഗ്യമന്ത്രി വനിതയാണെങ്കിലും സ്ത്രീ സുരക്ഷ ഇപ്പോഴും മറ്റാരുടെയോ ഒക്കെ കൈകളിലാണ്. ഏപ്രിൽ 1 മെഡിക്കൽ കോളേജിൽ അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്ന ഹൈക്കോടതി ഉത്തരവും കയ്യിലേന്തി ആശുപത്രി പരിസരങ്ങളിൽ ചുറ്റി നടക്കാനാണ് അനിതയ്ക്ക് വിധി. ജോലിയിൽ പ്രവേശിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല, ആ ഉത്തരവിനെ വളച്ചൊടിക്കുന്ന ഒരു മന്ത്രിയും. എന്തൊരു ഗതികേടാണിത്! ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ പരിശോധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിലപാട്. അനിതയെ സ്ഥലം മാറ്റാൻ കാണിച്ച വേഗതയൊന്നും ആരോഗ്യവകുപ്പിന് അവരെ തിരിച്ചെടുക്കാൻ ഇപ്പോഴില്ല. അതിജീവിതയെ അനുകൂലിച്ചു. കാര്യങ്ങൾ കൃത്യതയോടെ നിരീക്ഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സത്യസന്ധതയോടെ റിപ്പോർട്ട് നൽകി. ഇതിൻ്റെയൊക്കെ പേരിലാണ് അനിതയെ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്യുന്നത്. കുറ്റം ചെയ്യുന്ന ആൾ യൂണിയൻ പ്രവർത്തകനെങ്കിൽ അയാൾക്കെതിരെ ആരും ഒന്നും സംസാരിച്ചുകൂടാ എന്നും സംസാരിച്ചാൽ ഇതാണ് അവസ്ഥ എന്നുമുള്ള സന്ദേശമാണ് ഭരണ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രാവർത്തികമാക്കുന്നത്. വലിയ വായിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കും, പിന്നാലെ പണിയും തരും. അതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയും. പ്രതികാര ബുദ്ധി അത് എത്രത്തോളമാകാമെന്ന് ഇവരെ കണ്ടു പഠിക്കണം. ആർക്കോ വേണ്ടി പാവയാകുന്ന കുറച്ച് മന്ത്രിമാർ, അവരുടെ മുൻപന്തിയിലാണ് ആരോഗ്യമന്ത്രി. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടക്കുന്ന ഒരാളെ അകത്തു കയറി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, പിന്നീട് പരാതി പിൻവലിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ അതിനകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അറിയാതെ പുറത്തുനിന്നുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമോ? അതിനുള്ള അവസരം സൃഷ്ടിച്ച് കൊടുത്തതാര്? അന്വേഷണം വരുമ്പോൾ അതൊന്നും പറഞ്ഞുകൂടാ എന്നാണോ? സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രതികാരം ചെയ്യുമെന്നാണോ? ഇത് എന്തു കാട്ടുനീതിയാണ്? അതിജീവിതയെ അനുകൂലിച്ച നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നും സൂപ്പർവൈസറി ലാപ്സ് വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ഡയറക്ടറേറ്റിൻ്റെ ഉത്തരവിൻ പ്രകാരം അനിതയ്ക്കെതിരെ അന്വേഷണവും നടപടിയും ആവശ്യമുണ്ട് എന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. ആത്യന്തികമായ ലക്ഷ്യം അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ ആണെന്നുമൊക്കെയുള്ള ആർക്കും മനസ്സിലാകാതെ മറ്റു പലതും വിളിച്ചു കൂന്ന ഒരു ആരോഗ്യമന്ത്രി. ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവ് വരണമെന്നും മറ്റുള്ള സാങ്കേതികമായ കാരണങ്ങളും പറഞ്ഞ് ആൾക്കാരെ വെട്ടിയാക്കാനുള്ള ശ്രമം ഉന്നതരിൽ നിന്ന് തന്നെ ആകുമ്പോൾ അത് പകപോക്കലല്ലാതെ മറ്റെന്താണ്? ഇപ്പോൾ പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ കോടതിയിൽ എന്തുകൊണ്ട് ഇവർ നിരത്തിയില്ല? അനിതയെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിജീവിതയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ജീവനക്കാരുടെ ശ്രമങ്ങൾക്ക് പിന്നിൽ പോലും മറ്റാരുടെയോ ഒക്കെ കരണങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോലും വേണമെന്നില്ല. യൂണിയൻ നേതാക്കളോ മറ്റു പാർട്ടി നേതാക്കളോ പറയും പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതാകും ഗതി എന്നാണ് അനിതയിലൂടെ ആരോഗ്യവകുപ്പ് മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം. രാഷ്ട്രീയത്തിന് അതീതമായി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോലും നടപടിയെടുക്കാൻ കഴിവില്ലാത്ത മന്ത്രിമാർ ഈ രണ്ടു മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങളെയും പിന്നോട്ട് വലിക്കുന്ന നിരക്ഷര ഹൃദയരാണിവർ. നാളുകൾക്ക് മുമ്പ് വയറ്റിൽ കത്രിക മറന്നുവച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ പിന്നീട് ആ ദുരിതവും പേറിയ സ്ത്രീ നീതിക്കായി പല വരാന്തകൾ കയറിയിറങ്ങിയതും ആരോഗ്യമേഖലയിലെ സർവീസ് താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കാൻ മന്ത്രി അടക്കമുള്ളവർക്ക് കഴിയാത്തതിൻ്റെ പരിണിതഫലമായിട്ടാണ്. തികച്ചും പ്രാകൃതവും മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിക്രമങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാർ പോലും കൂട്ടുനിൽക്കുന്നു എന്ന തോന്നൽ സാധാരണക്കാരിൽ ഏറി വരുന്നു. അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാലത്ത്. ആർക്കൊപ്പമാണിവർ?
ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നവർക്കൊപ്പം എന്തിനു വേണ്ടിയാണ് ഇവർ കൈകോർത്തു നിൽക്കുന്നത്? കോടതി ഉത്തരവ് എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്ന ചിന്തയിലാണ് ആരോഗ്യമേഖലയിലെ ഉന്നതർ. മന്ത്രി ഒപ്പമുള്ളപ്പോൾ എന്തിനു ഭയക്കണം? മന്ത്രിക്കൊപ്പം മറ്റു പലരും ഉണ്ടാകും. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വൃത്തികെട്ട ന്യായം മന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? ഹൈക്കോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഉത്തരവ് നൽകാൻ പോകുന്നു എന്ന് ആരോഗ്യവകുപ്പ് ഉന്നതർ. ഈ നാട്ടിൽ നിയമ സംവിധാനങ്ങൾക്കെല്ലാം പുല്ലുവിലയാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. പീഡനത്തിനിരയായ സ്ത്രീക്കും അതിജീവിതയുടെ നീതിക്കായി ഭയരഹിത സമീപനം കൈക്കൊണ്ട് സംഭവം റിപ്പോർട്ട് ചെയ്ത വനിതാ ഉദ്യോഗസ്ഥയ്ക്കും ഒപ്പം നിൽക്കേണ്ട ആദ്യ ആളാണ് വനിതാ മന്ത്രി കൂടിയായ ആരോഗ്യമന്ത്രി. അതിനു കഴിഞ്ഞില്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് കൂടി തീരാ കളങ്കമാണ് ഈ മന്ത്രി. എന്ത് നീതിബോധമാണ് ഈ മന്ത്രിയെ നയിക്കുന്നത്? നിലവാരമില്ലാത്ത ഈ ഇരട്ടത്താപ്പാണ് ഇരകൾ വീണ്ടും ഇരയാക്കപ്പെടുന്നതിന് വളം വയ്ക്കുന്നത്.